ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണത്. ഹോണ്ട ഡിയോൻ്റെ എഞ്ചിനാണത്. നിലവിൽ അതിൻ്റെ സൈലൻസർമോ വണ്ടി വേറൊരു വണ്ടി വന്ന് ഇടിച്ച് ആക്സിഡൻ്റ് ആയതാണ്. അപ്പോൾ സൈലൻസർമോ വന്ന് ഇടിച്ചിട്ട് ഈ എഞ്ചിൻ കേസിൻ്റെ ഇവിടുന്ന് 2 ബോൾട്ട് വന്ന ഭാഗം ലെഗ് കടന്നു പോയിരുന്നു. എഞ്ചിൻ കേസുമേന്നാണ് പൊട്ടിപ്പോയിരുന്നത്. ഈ 2 ഭാഗം കേട്ടോ. അപ്പോൾ അത് നിലവിൽ സാധാരണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ കേസ് അഴിച്ച് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടത് വരാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ കേസ് മാത്രം ഏകദേശം ഒരു 10,000-3000 അടുത്ത് നമുക്ക് എഞ്ചിൻ കേസ് മാത്രം വരും. പിന്നെ ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യണം. അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ്, ഓയിൽ സീൽ തുടങ്ങിയിട്ട് ഒട്ടുമിക്ക ഭാഗങ്ങൾ മാറ്റേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ബാക്കിയത്തെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും എഞ്ചിൻ ഫുള്ളായിട്ട് അഴിക്കുന്ന സമയത്ത്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ അലുമിനിയം വെൽഡിങ്ങിൽ കൊടുത്ത് അത് വെൽഡ് ചെയ്ത് റെഡിയാക്കി ത്രെഡ് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബോൾട്ടൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ എഞ്ചിൻ ആ പൊട്ടിപ്പോയ ഭാഗത്ത് ആ പീസടക്കം പോയിരുന്നു. അപ്പോൾ മോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടി കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടും. അതിപ്പോൾ ഇനിയായാലും പൊട്ടും. പുതിയ വണ്ടിയുടെ ആണെങ്കിലും സൈലൻസറും വന്ന് ഇടി കിട്ടിയാൽ പൊട്ടും. അല്ലാത്ത നോർമൽ രീതിയിൽ നമുക്ക് ഡാമേജ് വരില്ല. അത് ആ രീതിയിൽ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സൈലൻസറിൻ്റെ അലൈൻമെൻറ്റൊക്കെ പോയിരുന്നു. അപ്പോൾ സൈലൻസറും ഈ പറഞ്ഞ രീതികളെ അലൈൻ ചെയ്തപ്പോൾ ചൂടാക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ചൂടാക്കി കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് ആക്കി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിലെ എമൗണ്ട് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേപാട് ഫുള്ളായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ആ കാശിൽ പോകും. നല്ലൊരു എമൗണ്ട് വരും. കാരണം എഞ്ചിൻ ലേബർ ചാർജ് തന്നെ വരും ഏകദേശം 10,000, 3,500. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വരാം. അപ്പോൾ പിന്നെ അത് കൂടാണ്ട് എഞ്ചിൻ കേസ് വരും. അപ്പോൾ എന്തായാലും 8-10 രൂപ നമുക്ക് ആ വഴിക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സംഭവം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് വണ്ടിമേക്കൊന്ന് കയറ്റണം, ജസ്റ്റ് ഒന്ന് ട്രയൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് വണ്ടി വർക്ക് കംപ്ലീറ്റ് ആക്കിയേക്കാം. വൈകിട്ട് നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽസും അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. ഓക്കെ.